പച്ചമീന് മീന് വാ 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 മീന് വാ 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 ഓടി വാ താമസിച്ച ഞാൻ മീൻ അളിഞ്ഞിട്ട് പിന്നെ ഒച്ചപ്പാട് എടുക്കണതാ താമസിച്ച് കഴിഞ്ഞാൽ മീൻ അളിഞ്ഞു അതറിയത്തില്ലേ എന്ത് മീനാ ചാളയുണ്ട് ചൂരയുണ്ട് മുള്ളനുണ്ട് ഓടി വാ ഇങ്ങോട്ട് എടുക്കട്ടെ എന്റെ പൊന്നോ ഓടി ഓടി വാ ചാള ഉണ്ട് പച്ച ചാള ഇതുണ്ടാ അപ്പൊ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ജമന്തി ഓടി റെഡി നല്ല ചാളയുണ്ട് മേടിച്ചോ ഈ ചാള 50 രൂപ കേട്ടോ 50 രൂപയ്ക്ക് 50 രൂപ എന്താ 50 രൂപയ്ക്ക് 4 എണ്ണോ ഇരിക്കട്ടെ അയ്യോ ഇതങ്ങോട്ട് കൊണ്ടുപോയ ചേട്ടൻ അങ്ങോട്ട് ആ കാശ് കൊടുത്ത ഞാനും കാശ് തന്നെയല്ലേ തന്നത് മതി 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 50 രൂപ അത് മതി ചേച്ചി അത് മതി എന്ന് പറഞ്ഞാൽ തന്റെ കണക്കാണോ കണക്ക് ചേച്ചി കണക്കാണോ ഞാൻ മീൻ തരുന്നത് ആ അതെ ഞങ്ങൾക്ക് വിൽക്കുന്നതിന് കണക്കുണ്ട് ആഹാ എനിക്ക് മേടിക്കുന്നതിനും കണക്കുണ്ട് പൈസ പൈസ നാളെ തരാം കടം മേടിച്ചിട്ട് ഞാൻ കൂടെ പറഞ്ഞിട്ട് പോന്നു വേറെന്താ ഏട്ടാ ഉള്ളത് വേറെന്താ ഉള്ളത് അതാണ് മുള്ളുണ്ട് പച്ച മുള്ളനാണ് ചാളയൊന്നും വേണ്ട ചൂരയുണ്ട് മേടിച്ചാലോ അത് വേണോ ഈ ചാളയൊക്കെ കൂട്ടി കൂട്ടി മടുത്തമ്മാവാ കിടക്കുന്നുണ്ടോ എന്താ പറഞ്ഞ ചൂര വില ചൂര 180 രൂപ 180. അതെ അരക്ക് താഴോട്ടേ ഉള്ളൂ മേളോട്ട് ബുക്കിടാണ് അതുണ്ടോ അതെന്താ ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റാ എന്റെ ചേട്ടനെ അറിയാൻ വയ്യാത്തോണ്ടാണ് ഈ അരക്ക് താഴോട്ട് അത് വാല് ഭാഗത്താണ് ഇതിന്റെ പ്രോട്ടീൻ ഇരിക്കുന്നത് അതറിയത്തില്ല ഇതുവരെ തലാർക്കുള്ള തല ഇത് ബുക്ക് ചെയ്ത ആൾക്കുള്ളതാ നേരത്തെ ബുക്ക് ചെയ്യുന്നോണ്ട് നമ്മൾ അങ്ങനെ പറയുന്നതാ അല്ല കള്ളം പറയുന്നതല്ല അപ്പൊ നമുക്ക് പാൽഭാഗം കിട്ടുള്ളൂ പാൽഭാഗേ ഉള്ളൂ തലക്കറിയാണ് വേണ്ടിരുന്നത് ഇനിയിപ്പോ വാലേ കിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞേ അവന് വാലെടുക്ക് എന്റെ ചേട്ടൻ നിങ്ങൾക്ക് അറിയാൻ തൊണ്ടാണ് നമ്മുടെ മമ്മൂട്ടി കഴിക്കുന്നത് കുഞ്ഞുനാൾ തൊട്ട് ഈ ചൂരയുടെ വാൽഭാഗമാണ് അതാണ് പുള്ളിയുടെ ഗ്രാമറിന്റെ രഹസ്യം മമ്മൂട്ടി അതെല്ലാരാ നമ്മുടെ എല്ലാവരുടെയും കൂടെ അല്ലേ നമ്മുടെ എല്ലാവരുടെയും കൂടെ നടനല്ലേ ആ നടൻ മമ്മൂട്ടി മമ്മൂട്ടി ഇതാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ഉപയോഗിക്കുന്നത് എന്നാ മേടിച്ചോ ഇനിയിപ്പോ കത്തിയെടുത്ത് മുറിക്കാൻ നോക്ക് മീൻ മേടിക്കാൻ വരട്ടെ എന്തുവാടാ ഇത് ഇത് ചാള കണ്ടറിഞ്ഞൂടെ ചാളയാന്ന് ഇതാണോടാ ചാള ഇതുവാടാ ഈ പുറത്ത് കാണുന്നത് അതതിന്റെ കുടലല്ലേ ചീഞ്ഞളിഞ്ഞ് അതിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ പുറത്ത് ചാടിയിരിക്കുന്ന മീനാണോടാ നീ വിൽക്കണേ എന്റെ പൊന്ന് ചേട്ടാ വലയെ കുരുങ്ങി പള്ള പൊട്ടിയാണ് വലയെ കുരുങ്ങി പൊട്ടിയതാ അപ്പൊ ബാക്കിയുള്ള മീനൊന്നും വലയെ കുരുങ്ങിയില്ലേ ബാക്കിയുള്ളത് കുരുങ്ങി കാണത്തില്ലായിരിക്കും ഇതിങ്ങനെ എടുത്ത പ്രാളത്തിന് പൊട്ടിപ്പോന്നത് ആണോ അങ്ങനെയാണോ അങ്ങനെയാ സംഭവിക്കാറുള്ളത് ചീഞ്ഞ മീൻ കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെ പറ്റിക്കാൻ നോക്കും പക്ഷെ ആണുങ്ങളെ പറ്റിക്കാതെ വിചാരിക്കരുത് സരസനെ അങ്ങനെ പറ്റിക്കുന്നവനല്ല നീ അമ്മാവ ഇത് നോക്ക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖങ്ങൾ വരും കണ്ടോ ഇതിന് പുഴു ഉണ്ടോന്ന് ഇനി സംശയമാണ് നീ കളിക്കുന്നടാ അതെ ഒരാള് മീൻ വാങ്ങണതിന് ഇല്ലാത്ത പൈസ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടാണ് ഈ കാശ് തരണത് ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തരുന്ന കാശാണിത് കഷ്ടപ്പെട്ടായിരിക്കും പക്ഷെ കാശ് തരാറില്ല എന്നും മേടിച്ചിട്ട് കടം പറഞ്ഞിട്ടാ വന്ന് എന്നും കടവാ അതുവരെ പൈസ തന്നിട്ടില്ല കാശ് തരാതെ ഞങ്ങൾ ഇവിടുന്ന് ഓടിയൊന്നും പോകില്ല പക്ഷെ ഈ മീൻ ഇന്ന് ഞങ്ങൾ ഇട്ട് വേവിച്ച് തിന്നു കഴിഞ്ഞാൽ നാളെ ഈ മീനിനെ കാണാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ തന്നെ കാണും അതെ വേണ്ട വേണ്ട ചാള കേടുവന്നാണെങ്കിൽ അത് മേടിക്കണ്ട ചൂരണ്ട അത് മേടിച്ചോ ചൂര ഉണ്ടായി ചൂര കൊടുത്തൂടാ നിങ്ങളുടെ പെണ്ണുമ്പിള്ളക്ക് 50 രൂപ കൂടുതൽ മീൻ വേണ്ട പിന്നെ ഞാൻ അങ്ങനെ ഈ ചൂര കൊടുക്കുന്നത് മത്തിയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് മത്തിയിൽ നല്ല ഇത് പ്രോട്ടീൻ ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് എന്റെ കൊച്ചിന് പ്രോട്ടീൻ കുറവാണ് അതുകൊണ്ട് ഞാൻ മത്തി മേടിക്കുന്നത് പിന്നെ മത്തി കൂട്ടിയാൽ മതി പ്രോട്ടീൻ കൂടുതലുണ്ട് അതെ മത്തിയുടെ പ്രോട്ടീൻ ഇപ്പൊ ആവശ്യത്തിനായി എന്റെ കൊച്ചിന് കുറച്ച് ചൂരയുടെ പ്രോട്ടീൻ കൂടെ വേണം നിനക്ക് ഇത് കൊടുക്കാൻ പറ്റുമെങ്കിൽ വില പറ 180 രൂപ വേണം 150 രൂപ ഞാൻ തരും കൊടുക്കുന്ന മൊത്തത്തിലല്ല ഞാൻ പറഞ്ഞത് ഇവിടുന്ന് താഴോട്ട് അതായത് വാൽഭാഗം മാത്രം 180 രൂപ തലഭാഗം തരാൻ പറ്റത്തില്ല അത് ബുക്കിടാ എന്തോ തലഭാഗം ബുക്കിടാണ് ഇതെന്തോ മറ്റേ ട്രെയിനാ ബുക്ക് ചെയ്ത് വെക്കാൻ എന്റെ പൊന്നു ചേട്ടാ അടുത്ത ഷാപ്പിൽ കൊടുക്കാനുള്ള അവരെന്നും ബുക്ക് ചെയ്യും ഞാൻ ഇത് കൊണ്ടു കൊടുക്കും ഷാപ്പിലുള്ളവർ മാത്രം തല തിന്നാ പോരാ ഞങ്ങൾക്കും തല തിന്നണം എനിക്ക് ഈ തലഭാഗം വേണം സരസൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് സത്യം ആ ചേട്ടാ അറിയാൻ വയ്യാത്ത എനിക്ക് തലയാണ് ഇഷ്ടം എനിക്ക് തല തിന്നാനാണ് ഇഷ്ടം ഞാൻ തലയാണെങ്കിൽ ഇത് എടുക്കുള്ളൂ എന്താ നീ തല കൊടുക്കില്ലേ തല തരാൻ പറ്റത്തില്ല നീ ഇത് കച്ചവടം ചെയ്യണമെന്നുണ്ടോ നിനക്ക് പിന്നെ കച്ചവടം ചെയ്യാനല്ലേ വന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് തല തരാൻ പറ്റത്തില്ല വാൽഭാഗം തരാനേ പറ്റത്തുള്ളൂ അത് ശരി കാശെടുക്കാനാവും അത് മുറിക്കാൻ നോക്കാതെ എന്തിനാ എന്താ കാണിക്കണേ ഇത് ചത്തമ്മിനാ തല്ലിക്കൊല്ലണ്ട എത്ര നാളായി നീ പരിപാടി തുടങ്ങിയിട്ട് 6 വർഷമായി 6 വർഷമായി എടാ
6 വർഷമായി. ഒരു മീൻ ചീഞ്ഞതാണോ അല്ലേന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മീനിന്റെ പള്ളഭാഗം തൊട്ട് നോക്കണം. അപ്പൊ പച്ചാണോ ചീത്തയാണോ അറിയാൻ പറ്റും. നോക്കാനല്ല, മീൻ ചീഞ്ഞതാണോ എന്ന് അറിയാൻ എങ്ങനെയെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ പള്ളഭാഗം തൊട്ട് നോക്കണം. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അതെ, ഞങ്ങൾ അങ്ങനെയല്ല നോക്കണത്. മീനിന്റെ കണ്ണ് നോക്കിയാൽ അറിയാം ഒരു മീൻ ചീഞ്ഞതാണോ അല്ലേന്ന്. കണ്ണങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ മീനിന്റെ കണ്ണ് നോക്കമ്മാവാ, നോക്കമ്മാവാ. നോക്ക്, ഇതിന്റെ കണ്ണ് എങ്ങനെ ഇരിക്കുന്നു? നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ മീനുണ്ടല്ലോ, ഇത് ചീഞ്ഞതാണ്. ദേ കണ്ടോ, അവൻ കച്ചവടം ചെയ്ത് ഈ കണ്ണുണ്ടല്ലോ അമ്മാവ, ഇത് ചീഞ്ഞ മീനിന്റെ കണ്ണ് ദ്രവിച്ച് പോയതിനു ശേഷം പ്ലാസ്റ്റിക് കണ്ണ് വെച്ചേക്കാണ്. പ്ലാസ്റ്റിക് പിന്നെ ഇങ്ങനെ കൊടുത്തിട്ട് ലാഭമില്ല. പിന്നെ ഞാൻ ഇനി കണ്ണ് മാറി വെക്കാൻ പോണത്. നിന്റെ കളി ഇന്നത്തോടെ ഞാൻ അവസാനം. ഒരു കാര്യം ഞാൻ പറയാം, ഈ സരസന്റെ മീൻ എന്ന് പറയാൻ ഈ നാട്ടുകാർക്ക് ഫേമസാ. എല്ലാവർക്കും അറിയാം ഞാൻ പച്ച മീനെ കൊടുക്കാറുള്ളത്. പച്ച നിന്നെ ഞാൻ ഇന്ന് എന്താ കണ്ണ എടി പുല്ല, മീനിന്റെ കണ്ണ് നോക്ക്. നോക്ക്, ഇത് കണ്ട ഈ കണ്ണ് നീ നോക്ക്. പ്ലാസ്റ്റിക് കണ്ണ് വെച്ച് കയറ്റി പിടിപ്പിച്ചേക്കാനടി. മാമ പിടിച്ചു മാറ്റി മാമ. ഇത് വിഷമാണ്, വിഷം. ഈ വിഷം നമ്മുടെയൊക്കെ ഉള്ളിൽ ചെന്നിട്ടല്ലോ നമുക്ക് ഇല്ലാത്ത നമ്മൾ തിന്നാൻ മതി, അവൻ പൊക്കോട്ടെ. അങ്ങനെ ഈ മീന് ഈ വിഷം എന്റെ നാട്ടിലെടുത്ത് പോണ എന്റെ നാട്ടിലേക്ക് വിഷം കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാനാ പറയുന്നത്. എന്താ പ്രശ്നം? അവനെ നമുക്കിവിടെ തിന്നാൻ വേണ്ടി കൊണ്ടുവന്ന മീന് പ്ലാസ്റ്റിക് കണ്ണു വെച്ചോണ്ട് വന്നേക്കാ. വിഷം, വിഷം. അതെ, ഒന്നേല് അവന്റെ കണ്ണ് ചൂന്നെടുത്ത് കാണിക്കാൻ പറ അവന്റെ അടുത്ത്, അല്ലെങ്കിൽ ഹെൽത്ത് വിളിക്കും. ആരോഗ്യ വകുപ്പിലെ ഫുഡ് ഇൻസ്പെക്ടർ ആലോചിച്ച് ഞാനാ പറയുന്നത്. അടങ്ങ്, അടങ്ങിയിരിക്കും. എന്താ പ്രശ്നം? എന്റെ പൊന്ന് സാറ്, അതല്ല പച്ച മീന. അയാൾക്ക് പ്രാന്താണ്. ആമത്തെ എന്റെ പൊന്ന് സാറേ, അത് ഒറിജിനൽ കണ്ണാ, ഒറിജിനൽ കണ്ണാണ്. അതിന് കണ്ണ് മാറ്റി വെക്കാൻ പറ്റത്തില്ല. ആളുകൾ കണ്ണ് മാറ്റി വെക്കുന്നുണ്ടാണ് ഈ പ്രശ്നം പറഞ്ഞവൻ. പ്ലാസ്റ്റിക് ആണ്. അത് പ്ലാസ്റ്റിക് അല്ലല്ലോ. പ്ലാസ്റ്റിക് അല്ല, സത്യമായിട്ട് പ്ലാസ്റ്റിക് അല്ല. ഈ സരസൻ അങ്ങനെ ഒരു നാട്ടുകാരെ വഞ്ചിക്കത്തില്ല. എന്റെ പൊന്നു ദൈവമേ, അതിന്റെ കണ്ണ് ഊരി മാറ്റി കഴിഞ്ഞാൽ ചാപ്പാർ പിന്നെ മീനെടുക്കുന്നില്ല. ഇതെവന്റെ നമ്പർ. ഒറ്റ കാര്യം ഞാൻ പറയാം. ഇത്ര ആയ സ്ഥിതിക്ക് ഒന്നി ഞാൻ കണ്ണ് ചോദിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ വിളിക്കും. എന്റെ പൊന്ന് സാറേ, ഞാൻ പറഞ്ഞില്ലേ അതിന് കണ്ണില്ലെങ്കിൽ പിന്നെ ചാപ്പാർ അത് എടുക്കത്തില്ല. തലക്കറിക്ക് ഒറ്റ കാര്യം ഞാൻ പറയാം, അതിന്റെ കണ്ണ് ചോദിച്ച് കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. ഫോൺ എടുത്തോണ്ടല്ലേ എന്താന്ന് അറിയണം. ഇവിടെ ഫുഡ് ഇൻസ്പെക്ടർ വന്ന ഒരു തീരുമാനം എടുക്കട്ടെ. എന്നിട്ടാണ് ഞാൻ ബാക്കി വെച്ചിട്ടുള്ളത്. ഉണ്ട്, എന്റെ കച്ചവടം പൂട്ടും. പിന്നെ ഒന്നുകൂടി ചോദിക്കുകയാണ് ഞാൻ, കണ്ണ് ചുഴുന്ന ഫുഡ് ഇൻസ്പെക്ടർ വിളിക്കണോ? ഫുഡ് ഇൻസ്പെക്ടർ വിളി. ശരി, എനിക്കും അറിയണം. ഇവ കൊണ്ടുവന്ന ചാളയുണ്ടല്ലോ, അതിന്റെ കുടല് വെളിച്ചാടിയൊക്കെയാണ്. മെഡിക്കൽ കോളേജ് കൊണ്ട് അതിന്റെ കുടല് തിരിച്ചിടും. ഹലോ 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 സാർ, ഇത് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസല്ലേ? Alien versus Alien.